പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകൾ ഇപ്പോൾ ജയിലിൽ വെച്ച് സംഭവിച്ചിരിക്കുകയാണ്. ക്രിഷ്, നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് കൺമണിയെ ജീവനാണ്. അവൾക്ക് വേണ്ടി നീ എന്തും ചെയ്യും. അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇവിടെ കിടന്ന് ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയത്. മാത്രവുമല്ല, വരുണിന്റെ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയതും. എന്തായാലും ഞാനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. എന്ത് തീരുമാനം? അനിയ, ഞാൻ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. നീയും കൺമണിയും ഒന്നിക്കണം. അതിനു വേണ്ടി ഞാൻ സഹായിക്കും. നീ എൻ്റെ അനിയനാണ്. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ സഹായിക്കാതെ ഞാൻ പിന്മാറില്ല. നീ ഈ ജയിലിൽ നിന്ന് ഇറങ്ങും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും. ഇതോടെ ഇനി എന്തു പറയണം? ഇയാളെ എതിർക്കണോ, അതോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന കൃഷ് ഒടുവിൽ കൺമണിയുടെ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. പക്ഷേ ഇതേ സമയം കൺമണിയാകട്ടെ, കൃഷ് സാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ? കൃഷ് സാറിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ? കൃഷ് സാറിനെ എങ്ങനെയാണ് രക്ഷിക്കാൻ സാധിക്കുക മുതലായ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിനിടയിൽ ധനലക്ഷ്മി, വിവാഹത്തിന്റെ കാര്യത്തിൽ നിന്ന് നിനക്കിനി പുറകോട്ട് പോകാൻ സാധിക്കുകയില്ല കൺമണി. നമ്മൾ വാക്ക് കൊടുത്തതാണ്. ഇനി യാതൊരു പ്രതീക്ഷയും നിനക്ക് വേണ്ട. നിന്നെ രക്ഷിക്കുന്നതിനായി ആരും തന്നെ വരില്ല. അത് ഞാൻ നൽകുന്ന ഉറപ്പാണ്. വരുൺ നിന്നെ വിവാഹം കഴിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് കൺമണി വന്ന് നിൽക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കൺമണി പ്രതീക്ഷിച്ചതല്ല. കൃഷ് സാറിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് കൺമണി ഇതേ തുടർന്ന് കരയുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള കാര്യം സുമിത്ര അറിയാൻ ഇടയാകുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ കൃഷിനെ സഹായിക്കാനാണ് ആ ബലരാമൻ ശ്രമിക്കുന്നത്. അതിപ്പോ എന്തിനാ? ഇവനൊക്കെ ഇത് എന്തിന്റെ ഏടാ? മര്യാദയ്ക്ക് തമ്മിൽ തല്ലി മരിക്കുമെന്ന് വിചാരിച്ചതാ. ഇപ്പോൾ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നാശം. ഇനി എന്ത് ചെയ്യും ബാലു? നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് ഉറപ്പു തന്നെയാണ്. കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. ആ കൃഷിനെ ജയിലിൽ നിന്ന് ഇറക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് വേണ്ടത്. ശരിയാ, ഞാൻ അതിനുള്ള ഇൻഫ്ലുവൻസ് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർ ഇനി രക്ഷപ്പെടരുത്. ആ കാര്യം ഉറപ്പാക്കണം. പക്ഷേ ഇതിനിടയിലാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് കൃഷിനെ പുറത്തിറക്കാൻ ആളുകൾ എത്തുന്നത്. ഇതോടെ കൃഷാകെ പകച്ചു പോകുന്നു. കൃഷ്, ഇപ്പോൾ നീ കൺമണിയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. ബാക്കി വാശിയും മത്സരവുമെല്ലാം പിന്നീടാകാം. അതായിരിക്കും നിനക്കും കൺമണിക്കും നല്ലത്. എന്നോടുള്ള ദേഷ്യം ഇവിടെ കാണിച്ചാൽ വരുൺ കൺമണിയെ സ്വന്തമാക്കും. അത് നീ ഓർത്തോ. ഇതോടെ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൃഷ് കൺമണിയെ സ്വന്തമാക്കുന്നതിനായി യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇത് വരുണിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.